ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കുറച്ച് കാലമായിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഷോർട്സിലും വീഡിയോസിലൊക്കെ ആയിട്ട് നന്നായിട്ട് പരിചയപ്പെടുന്ന അല്ലെങ്കിൽ വർത്തമാനം പറയുന്ന എല്ലാവരും കാണുന്ന ഒരു വെറൈറ്റി ബേർഡിനെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. രായപ്പൻ എന്നാണ് ഇത് പറയുന്നത്. ഇത് പേര് പറയുമ്പോൾ പലർക്കും ആ ബേർഡിനെ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രായപ്പനെ നമ്മളിവിടെ കൊണ്ടുവന്നുണ്ട്. അത് ഇനി നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ആ ബേർഡ് ഏതാണെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോണേ. അപ്പോൾ രായപ്പനെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. ഇതിനെ അറിയാത്ത ആൾക്കാർ. രായപ്പൻ എന്നുള്ളത് അവൻ്റെ ഓമന പേരാണ്, ബേർഡിൻ്റെ സ്പീസീസ് നെയിം അല്ല കേട്ടോ. അപ്പോൾ ഈ ഇരിക്കണതാണ് രായപ്പൻ കേട്ടോ. രാജപ്പൻ ഉൾത്തിരിഞ്ഞ് രായപ്പനായതാണ്. അപ്പോൾ രായപ്പനെ നമുക്ക് നല്ല വെളിച്ചത്തേക്ക് കാണിക്കാനായിട്ട് എടുക്കാം. രായപ്പ പോവാം നമുക്ക്. രായപ്പോ സമതുക്കയുടെ കയ്യിലുള്ള ഒരു വെറൈറ്റി ബേർഡാണ് കേട്ടത്. അത് അതിൻ്റെ സെയിം മ്യൂട്ടേഷനാണ് ഈ കാണുന്നത്. ഓക്കെ, നമ്മുടെ ആക്ടറും അതുപോലെ തന്നെ കൊമേഡിയനൊക്കെ ആയിട്ടുള്ള നാദർഷയുടെ അനിയൻ സമതുക്ക പരിചയപ്പെടുത്താറുള്ള ഒരു കിളിയുണ്ട്, രായപ്പൻ എന്ന് പറഞ്ഞിട്ട്. അത് ആണ് ഈ വെറൈറ്റി. അത് ആളുടെ കയ്യിലത്തെ ബേർഡല്ല കേട്ടോ. ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു വെറൈറ്റിയാണ്. ബ്ലാക്ക് ക്യാപ്പ് ലോറി എന്നാണ് ഇതിനെ പറയുക. അത്യാവശ്യം നന്നായി ടേംഡായി വളർത്താനും പറയുന്ന ഒരു ബേർഡാണിത്. ഇതൊരു ആൺകിളിയാണ്. ഇവ അത്യാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി കഴിക്കുന്ന ബേർഡാണ്. അതായത് ഫാമിലി ആയിട്ട് ഒരു വീടിൻ്റെ അകത്ത് വളർന്നു വന്നിരുന്ന കിളിയാണിത്. അപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചേച്ചിമാരെയും പെൺകുട്ടികളെയാണ്. സത്യം പറഞ്ഞ ഒരു കോഴിയാണ് ഗൈസ്. നമ്മളാണുങ്ങളെ വലിയതില്ല, ആണുങ്ങളെ അവർ താല്പര്യമില്ല. പൊതുവെ ആണുങ്ങളുടെ അടുത്ത് വല്ലാതെ ഇടപെടാൻ വരാറില്ല. പക്ഷേ നമ്മുടെ അമ്മയായാലും പെങ്ങളായാലും വന്ന് അതിൻ്റെ അടുത്ത് കുറച്ചേരം വർത്താൻ പറഞ്ഞാൽ ആൾ ഭയങ്കര സെറ്റാണ്. അപ്പോൾ ലേഡീസിനോട് താല്പര്യമുള്ള ഒരു വെറൈറ്റി ബേർഡാണ്. അപ്പോൾ ഇവരും നമ്മുടെ ഇന്നൊക്കെ ഫുഡൊക്കെ വാങ്ങി കഴിക്കും കേട്ടോ. അപ്പോൾ രായപ്പനെ നമുക്ക് കൊടുക്കാണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക. അത്യാവശ്യം വർത്താനം പറയും. പക്ഷെ അവനൊരു നമ്മളെ ഞാനായിട്ട് ആകെ 4 ദിവസത്തെ പരിചയമായിട്ടുള്ളൂ. അത് കാരണം കൊണ്ട് തന്നെ എൻ്റെ അടുത്ത് അത്ര കാര്യമായിട്ട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഓണറുടെ അടുത്ത് അത്യാവശ്യം വർത്താനം പറയും. ഇടയ്ക്ക് ഞാൻ ചോദിക്കുമ്പോൾ രായപ്പാന്നൊക്കെ വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് 1 മാസത്തോളം താഴെ നമ്മുടെ വീടിൻ്റെ അകത്ത് വെച്ച് ഇവനോട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് വർത്താനം പറയും. അത് സമതുക്കയുടെ വീഡിയോയിൽ നന്നായിട്ട് കാണാൻ പറ്റും. അതേ വെറൈറ്റി ബേർഡ് തന്നെയാണ് കേട്ടോ. ഇത് ബ്ലാക്ക് ക്യാപ്പ് ലോറി എന്നൊരു വെറൈറ്റി കേട്ടോ. അത്യാവശ്യം നല്ല ലൈഫ് സ്പാനുള്ള, നല്ല ആരോഗ്യമുള്ള, സാധാരണ വെറൈറ്റി ലോറികളിൽ നിന്ന് നല്ല വലിപ്പമുള്ള ഒരു ലോറി വെറൈറ്റിയാണ്. ഇവർ നന്നായിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ഒരു വെറൈറ്റി ബേർഡ് തന്നെയാണ്. അതുപോലെ ഇവർക്ക് വാട്ടർ ആയിട്ടുള്ള ഫുഡിനോടാണ് താല്പര്യം. അപ്പം ഞാനത് ഒരു ആപ്പിൾ കൊടുക്കാൻ പോകുന്നത്. ടേംഡായിട്ടുള്ള ബേർഡാണ്. നമ്മുടെ അടുത്തേക്ക് വന്ന് ആപ്പിൾ കഴിക്കും. രായപ്പാ വാ താഴേക്ക് വേടാ ഉണ്ടാ. നമ്മുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കും കേട്ടോ. അതുപോലെ തന്നെ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് നല്ലോണം മിങ്കിളിങ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കയറി നിന്ന് ഭക്ഷണം കഴിക്കും. പുറത്തേക്ക് ഇറങ്ങി വരും, തോളത്തിരിക്കും, അത്യാവശ്യം സംസാരിക്കും. നല്ല സൗണ്ടാട്ടോ അവരുടെ, വലിയ സൗണ്ടാണ്. വാ താഴേക്ക് വായോ. വാ. അപ്പോൾ ഇതുപോലുള്ള ലോറി വെറൈറ്റികൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് കേട്ടോ. പല കളറുകളിൽ, പല സൈസിൽ, പല വിലയിൽ വരുന്ന വെറൈറ്റികൾ. ഇത് നല്ല അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ബേർഡ് തന്നെയാണ്. അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും. ടേംഡാക്കി നമ്മൾ കൊണ്ടുനടക്കാൻ പറ്റിയൊരു വെറൈറ്റി ബേർഡാണ്. ഇതുപോലെ തന്നെ ഒരു സീസണിൽ ഒതുക്കിയിട്ട് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. നമ്മുടെ ലോറി എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ വിളിക്കുന്ന ഒരു ബേർഡ്. അവനത് ഇപ്പോൾ നമ്മൾ പാലക്കാട് ഭാഗത്തേക്ക് ഇപ്പോൾ ബുക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ ആൾ സ്ഥലത്ത് നിന്ന് പോവും. ആളോടെ ഉണ്ട്. ഇവൻ അത്യാവശ്യം നല്ല ടൈം ഇവിടെ നമ്മുടെ അടുത്ത് വടാ അല്ലേ. ഇത് നമ്മുടെ സ്വന്തം ലോറി. ഇവൻ നമ്മളോട് നല്ലോണം ഇണങ്ങിയിരിക്കണ അല്ലേ, സെറ്റായിട്ടിരിക്കുന്ന ആളാണ് കേട്ടോ. ഇതുപോലുള്ള വെറൈറ്റി ടൈംഡായിട്ടുള്ള ബേർഡ്സിനെയൊക്കെ നമ്മൾക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാവാറുണ്ട്. മുൻകൂട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ എല്ലാ വെറൈറ്റി ബേർഡുകളെയും. അതുപോലെ നമ്മുടെ കുഞ്ഞനോട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞൻ വലുതായി, ഏകദേശം 7 മാസത്തോളം പ്രായമായി. ആൾ നല്ല സൗണ്ടൊക്കെ ആയി തുടങ്ങി. അത്യാവശ്യം ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചില വീടുകളിലെ കരച്ചിലൊക്കെ അവൻ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് മറ്റൊരു വലിയൊരു വിശേഷം. അതുപോലെ പിന്നെ ഫിഞ്ചസുകളുടെ വെറൈറ്റി വലിയൊരു കളക്ഷൻ തന്നെ ഇപ്പം നിലവിലൂടെ ഉണ്ട്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന സാധനം ബ്ലൂ ഗോൾഡിയൻ ഫിഞ്ചാണ്. നല്ല ഇമ്പോർട്ടഡ് സൈസ്, നല്ല ബ്ലാക്ക് ക്യാപ്പ് വരുന്ന ബ്ലൂ ഗോൾഡിയൻസിൻ്റെ ഒരുപാട് കളക്ഷൻ ഇപ്പം നിലവിലുണ്ട് നമ്മുടെ കയ്യിൽ കേട്ടോ.
അതുപോലെ തന്നെ കോമൺ ആയിട്ട് എപ്പോഴും കണ്ടുവരാറുള്ള ഗ്രീൻ ഗോൾഡിയൻ, യെല്ലോ ഗോൾഡിയൻ, ലോങ് ടെയിൽ അങ്ങനെയുള്ള വെറൈറ്റികൾ. അതുപോലെ തന്നെ പെയിൻറ്റഡ് ഫിഞ്ച് എന്ന് പറഞ്ഞൊരു വെറൈറ്റി, അതൊക്കെ അത്യാവശ്യം റയർ ആയിട്ടുള്ള വെറൈറ്റിയാണ് പെയിൻറ്റഡ് ഫിഞ്ച്. ഇവിടെ താഴെ നമ്മൾ കറക്റ്റായിട്ട് ഒരു വീഡിയോ അതിൻ്റെ ഫുൾ കാര്യങ്ങളുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്താൽ കാണാം. പെയിൻ്റ് അടിച്ച കിളി എന്നൊക്കെയാണ് അതിൻ്റെ ക്യാപ്ഷൻ കിടക്കണേ. അതുപോലെ തന്നെ ഔൾ ഫിഞ്ച്, ഫിഞ്ചസുകളിലെ ഏറ്റവും ചെറിയ വെറൈറ്റി വാക്സ് വില്ല് വെറൈറ്റി, അങ്ങനെയുള്ള വെറൈറ്റി ബേർഡുണ്ട്. അതുപോലെ ആൽവിനോ കട്ട് ത്രൂട്ട്, അതുപോലെ നമ്മുടെ ട്രൈ കളർ പാരറ്റ് ഫിഞ്ച്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ള ബേർഡുകൾ കേട്ടോ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ചാനൽ ശരിക്ക് മൊത്തമായിട്ട് കാണുന്ന നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഫിഞ്ചസുകളെ കാണാനും പരിചയപ്പെടാനും പറ്റും. പിന്നെ മറ്റൊരു കാര്യം കൂടി, നിങ്ങൾ ഈ ബനിയൻ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇത് ഒരു അസോസിയേഷൻ്റെ രജിസ്റ്റേർഡ് അസോസിയേഷൻ്റെ ഒരു ബനിയനാണ് കേട്ടോ. ഇതൊരു രജിസ്റ്റേർഡ് അസോസിയേഷനാണ് കേട്ടോ. 10 വർഷമായിട്ട് കേരളത്തിൽ വലിയൊരു പാരമ്പര്യമായിട്ട് നിൽക്കുന്ന ഒരു അസോസിയേഷനാണ് AV കൾച്ചറൽ അസോസിയേഷൻ. ഏകദേശം 10 വർഷത്തോളമായി ഈ അസോസിയേഷൻ നിലനിൽക്കുന്നു. ഒരുപാട് വെറൈറ്റി ബേർഡുകളെ കുറിച്ചും മറ്റ് എക്സോട്ടിക് അനിമൽസിനെ കുറിച്ചിട്ടൊക്കെ ക്ലാസ്, സെമിനാർ, എക്സിബിഷൻ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഈ 10 വർഷക്കാലമായിട്ട് നടത്തിക്കൊണ്ട് വരുന്ന കേരളത്തിലെ നമ്പർ 1 അസോസിയേഷനിലെ ഒന്നാണ് AV കൾച്ചറൽ അസോസിയേഷൻ. ഈ അസോസിയേഷനിലൊക്കെ ഇപ്പം നമ്മൾ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെമിനാറും ഷോകളൊക്കെ എല്ലാ ജില്ലകളിലും കേരളത്തിൽ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് പുതിയ മെമ്പർമാരെയും പുതിയ ബേർഡ്സിനെയും വളർത്തുന്ന പരിചയസമ്പത്തായ ഒരുപാട് പേരുടെ സേവനം നമ്മുടെ ഈ അസോസിയേഷൻ വഴി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡോക്ടർമാരുടെ സേവനം, അതും പ്രത്യേകിച്ച് ഈ കിളികളും എക്സോട്ടിക് ബേർഡ്സിലും എക്സോട്ടിക് അനിമൽസിലൊക്കെ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടർമാരൊക്കെ നമ്മുടെ അസോസിയേഷനിൽ നിലവിലുണ്ട്. അപ്പോൾ ഈ അസോസിയേഷനിലേക്കൊക്കെ ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. തൃശ്ശൂർ ജില്ലയുടെ നമ്മളെ കൈകാര്യം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റേത് ജില്ലക്കാർക്ക് വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അവിടുത്തെ എക്സിക്യൂട്ടീവ്സിനെ നമ്മൾ അറിയിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ. അപ്പോൾ വെറൈറ്റി ഫിഞ്ചസും അതുപോലെ ടേംഡ് ആയിട്ടുള്ള ബേർഡുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക. നമ്മുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.